ഇപ്പോൾ എല്ലാ വീട്ടിലും തന്നെ ഒന്നിലേറെ വാഹനങ്ങൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, ഓരോ വാഹനത്തിനും കമ്പൽസറി PA ഈ ഉടമസ്ഥൻ എടുക്കണോ എന്നുള്ളതാണ്. അതായത് ഓരോ വാഹനത്തിനും ഇതേ തുക 325 രൂപ തുകയടച്ച് കമ്പൽസറി PA എടുക്കണോ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇദ്ദേഹത്തിന് സ്റ്റാൻഡ് അലോൺ PA കവർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പോളിസി എടുക്കുകയും ഈ പോളിസിയിലേക്ക് ഈ വാഹനങ്ങളുടെ എല്ലാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ചേർക്കുകയും വാഹനത്തിൻ്റെ നമ്പർ ചേർക്കുകയും ചെയ്താൽ ഈ കമ്പൽസറി PA കവർ ഇദ്ദേഹത്തിന് ലഭ്യമാകുന്നതാണ്. സ്റ്റാൻഡ് അലോൺ CPA എന്നുള്ളത് സെപ്പറേറ്റ് എടുക്കുന്ന ഒരു പോളിസിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ മറ്റു വാഹനങ്ങളുടെ ഇൻഷുറൻസ് ചേർക്കണം, വണ്ടി നമ്പറൊക്കെ ചേർക്കുകയും വേണം. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ചേർക്കുന്ന വാഹനങ്ങളുടെ എല്ലാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് സമയാസമയങ്ങളിൽ നമ്മൾ പുതുക്കുകയും വേണം. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡ് അലോൺ CPA എന്ന് പറയുന്നത് 1 വർഷം കാലാവധിയുള്ള ഒരു പോളിസിയാണ്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുത്ത കമ്പനിയിൽ നിന്ന് തന്നെ ഈ സ്റ്റാൻഡ് അലോൺ CPA എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയിൽ നിന്നും സ്റ്റാൻഡ് അലോൺ CPA നമുക്ക് എടുക്കാവുന്നതാണ്. കമ്പൽസറി PA കവറിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ ഞാൻ പറയുന്ന ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കുക. 1, വാഹനമുടമയ്ക്ക് വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 2, ഈ പോളിസിക്ക് കാലാവധി ഉണ്ടായിരിക്കണം. 3, രജിസ്ട്രേഡ് ഉടമയ്ക്ക് മാത്രമാണ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. 4, ഈ ക്ലെയിം ലഭിക്കാൻ ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. വാഹന ഉടമയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം കമ്പൽസറി PA കവർ ടു ഓണർ കം ഡ്രൈവർ എടുത്താൽ മതി. അല്ലാത്ത സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ മറ്റൊരാളെ പെയ്ഡ് ഡ്രൈവറായിട്ട് നിയമിച്ചുകൊണ്ടായിരിക്കും ഈ വാഹനം ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഈ പെയ്ഡ് ഡ്രൈവർക്ക് ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ക്ഷതം സംഭവിച്ചു, എങ്ങനെയായിരിക്കും ഇത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത്? അതിനും വഴിയുണ്ട്. ഇതിനു വേണ്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ പെയ്ഡ് ഡ്രൈവർക്ക് വേണ്ടി നമ്മൾ 50 രൂപ അടച്ച്, ഈ പ്രീമിയം അടച്ച് ഇൻഷുറൻസ് ചേർത്ത് കഴിഞ്ഞാൽ കോടതി നടപടിക്രമങ്ങളിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. ഇൻഷുറൻസ് ക്ലെയിം തുക ഇദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടുന്നതാണ്.